ഹലോ പീപ്പിൾ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ മാർവൻ ഹിയർ. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഈ അറ്റ്ലാന്റിക്കും പസഫിക്കും സമുദ്രങ്ങളുടെ നടുവിൽ ഞങ്ങൾ സെയിലേഴ്സിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യാന്നുള്ളത്? ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ ഈ ഇഷ്യൂ ഫേസ് ചെയ്യാൻ നമുക്ക് നമ്മുടെ ഷിപ്പിൽ തന്നെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ, അതായത് UN-ൻ്റെ കീഴിലുള്ള ഷിപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ പറയുന്ന എല്ലാ മെഡിസിൻസും നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഷിപ്പിൽ ഡോക്ടറില്ല. കാരണം നമ്മുടെ ഷിപ്പ് കാർഗോ ഷിപ്പാണ്, ക്യാരി ചെയ്യുന്നത് കണ്ടെയ്നേഴ്സാണ്. ആൻഡ് മാക്സിമം നമ്പർ ഓഫ് ക്രൂ ഉള്ളത് 25 ആണ് ഇപ്പോൾ നമ്മുടെ കപ്പലിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലീഗലി ഒരു ഡോക്ടറിൻ്റെ ആവശ്യം നമ്മുടെ ഷിപ്പിലില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാരി ചെയ്യുന്നില്ല. പിന്നെ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുക? അപ്പോൾ ഞങ്ങൾ സെയിലേഴ്സ് ഈ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്നത്, നമ്മുടെ ഷിപ്പിലുള്ള എല്ലാ സെയിലേഴ്സും ഒരു കോഴ്സ്, മെഡിക്കൽ ഫസ്റ്റ് എയ്ഡിൻ്റെ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പം ഓൾ ക്രൂ, അതായത് നമ്മുടെ ഷിപ്പിലുള്ള എല്ലാ ക്രൂവും എലമെൻ്ററി ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന കോഴ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഓഫീസേഴ്സും മെഡിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള കോഴ്സ് അതിന് പുറമെ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ നമ്മുടെ ഷിപ്പിലെ ക്യാപ്റ്റനും ചീഫ് ഓഫീസറും മെഡിക്കെയർ എന്ന് പറയുന്ന വേറൊരു കോഴ്സും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇനീഷ്യലി ഒരു മെഡിക്കൽ എമർജൻസി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമ്പനിയിലെ ഡോക്ടറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് റേഡിയോ ടെലിമെഡിക്കൽ അഡ്വൈസ് എടുക്കാം. അപ്പോൾ അതൊക്കെ അതിലുള്ളൊരു ഓപ്ഷൻസാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കടലിൻ്റെ നടുവിലെ ഈ ഹോസ്പിറ്റൽ ടൂറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക.